കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് OA തസ്തിക മാറ്റ പരീക്ഷ PSC റദ്ദാക്കിയതിന് ശേഷം സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കാരണം എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായി PSCയുടെ സൈറ്റിൽ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പ്രസ്തുത കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വിശദമായ ഒരു ക്ലാസ് ഞാൻ അന്ന് തന്നെ എടുക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സാറേ ഇതിൻ്റെ തുടർ നടപടി, ഇനിയിപ്പോൾ നമുക്ക് ഒരു പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി PSC പരീക്ഷ നടത്താനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്താണ് ഇനി ഈ പരീക്ഷ ഈ തസ്തികയിൽ വന്നിട്ടുള്ള ഒഴിവുകളൊക്കെ തന്നെ തസ്തിക മാറ്റം വഴി വന്നിട്ടുള്ള ഒഴിവുകൾ PSC ജനറൽ വരുന്ന ഒഴിവുകളിലൂടെ ആഡ് ചെയ്ത് നിയമനങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കാര്യം എന്താകും, ഞങ്ങൾക്ക് ഇനി ഒരു പ്രതീക്ഷയുമില്ലേ, ഞങ്ങൾക്ക് ഉള്ള ഒഴിവുകൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള ജോലിയുടെ സാധ്യതയെ പറ്റി എന്താണ് സാറിന്റെ അഭിപ്രായം എന്നിങ്ങനെയൊക്കെ ധാരാളം ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ട് ഉണ്ടായ ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓർത്തിരിക്കുന്ന അവസരത്തിൽ കേരള ബാങ്ക് OA തസ്തിക മാറ്റം റദ്ദാക്കി എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും തൊഴിൽ വാർത്തയിൽ വളരെ ചെറിയൊരു ഭാഗമായിട്ട് തൊഴിൽ വാർത്തയുടെ പുറകിൽ തന്നെ അതിൻ്റെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഇനി എന്താണ് വരാൻ പോകുന്നത്, എങ്ങനെയാണ് ഇനി ആ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ഒരു ഭാഗമായിട്ട് തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് നോക്കിയാൽ കാണാവുന്നതാണ്. തൊഴിൽ വാർത്ത ഇപ്രാവശ്യത്തെ തൊഴിൽ വാർത്തയിലുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ഞാനൊന്ന് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ കേരള ബാങ്ക് കൈവിട്ടതോടെ ഓഫീസ് അറ്റൻഡന്റ് നിയമനത്തിന് നടത്തിയ OA പരീക്ഷ, അതായത് തസ്തിക മാറ്റ പരീക്ഷ PSC റദ്ദാക്കി. പരീക്ഷ എഴുതിയ 500ഓളം വരുന്ന സഹകരണ സംഘം ജീവനക്കാര് ചട്ടപ്രകാരം യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയാണ് റിക്രൂട്ട്മെന്റ് നടപടികൾ PSC റദ്ദാക്കിയത്. കേരള ബാങ്കും ഇക്കാര്യം സ്ഥിരീകരിച്ച് PSCക്ക് കത്ത് നൽകി. ഇനി ചട്ടം ഭേദഗതി ചെയ്ത് പുതിയ വിജ്ഞാപനം ക്ഷണിച്ച് നടപടികൾ ആദ്യം മുതൽ തുടങ്ങണം. അതുവരേക്കും കേരള ബാങ്കിലെ തസ്തിക മാറ്റ നിയമനം നീണ്ടുപോകും. 150ഓളം ഒഴിവുകളാണ് നിലവിലുള്ളത്. കേരള ബാങ്കിൽ നിലവിലുണ്ടായിരുന്ന 124 ഒഴിവിലേക്ക് കഴിഞ്ഞ വർഷമാണ് PSC വിജ്ഞാപനം ക്ഷണിച്ചത്. പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ സഹകരണ ബാങ്കുകളിൽ 3 വർഷമെങ്കിലും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാരായി പ്രവർത്തിക്കുന്നവർക്ക് അപേക്ഷിക്കാമെന്നാണ് ചട്ടം. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ എല്ലാം തന്നെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇനി ചട്ടം ഭേദഗതി ചെയ്ത് പുതിയ വിജ്ഞാപനം ക്ഷണിച്ച് നടപടികൾ ആദ്യം മുതൽ തുടങ്ങുമെന്നുള്ള ഒരു വാർത്തയാണ് തൊഴിൽ വാർത്തയിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ വാർത്ത വാങ്ങിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനകത്ത് അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ചട്ടം ഭേദഗതി ചെയ്ത് ഉടൻ തന്നെ പരീക്ഷ നടത്തുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ ഇതിനകത്ത് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ, അതുപോലെ തന്നെ പരീക്ഷ എഴുതാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും ധാരാളം ഒഴിവുകൾ കേരള ബാങ്കിൻ്റെ ഒഴിവുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അപേക്ഷ സമർപ്പിച്ചപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്ന എല്ലാവർക്കും ജോലി കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഓരോ ഉദ്യോഗാർത്ഥികളും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ആരും തന്നെ കണ്ടിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഒരു തിരിച്ചടിയായി ഈ പരീക്ഷ റദ്ദാക്കിയത് ഓരോ ഉദ്യോഗാർത്ഥിയും വളരെയധികം വിഷമത്തിലേക്ക് ആഴ്ത്തിവിടുന്ന ഒരു കാര്യമായി പോയി എന്നുള്ളതാണ് ഓരോ ഉദ്യോഗാർത്ഥികളും അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ
എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഒരു പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ളതിനൊക്കെ ചോദ്യത്തിനൊക്കെ തന്നെ മറുപടി എന്നവണ്ണം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെന്നവണ്ണമാണ് ഈ വാർത്ത വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ വഴി അടഞ്ഞിട്ടില്ല, ഇനിയും വഴികൾ ഉണ്ട്, അല്ലെങ്കിൽ ഇനിയും അതിനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തൊഴിൽ വാർത്തയിൽ വന്ന ഒരു വാർത്ത ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തത്. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദ്യങ്ങൾ പല തവണയായിട്ട് ചോദിക്കുകയും അതുപോലെ തന്നെ ഫോണിലൂടെയൊക്കെ തന്നെ എന്നോട് അഭിപ്രായങ്ങൾ ആരായുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനം ലഭിക്കുമെന്നുള്ള മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.